എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ കവിയത്രിയും മോഡലും അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ബഹുമാന്യയായ ശ്രീമതി ജസീന്ത മോറിസ് മാഡം, കവിയും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ചവറ ഫ്രണ്ട്സ് തരംഗം പ്രസിഡന്റുമായ ശ്രീ ആസാദ് ആശിർവാസ, കാർഷിക വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥനും കാർഷിക മാധ്യമ പ്രവർത്തകനും കാർഷിക ഉപദേഷ്ടാവും എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ MS ശശികുമാർ സാർ, കവിയും ഗാനരചയിതാവുമായ ശ്രീ ബിനു കൽപ്പകശ്ശേരി, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാടക സീരിയൽ നടനുമായ ശ്രീ B ഗോപകുമാർ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിൽ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ടിപ്പോൾ ഇന്നലെ 74 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. 1905 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. 1952 ന്യൂഡൽഹി നടന്ന പഞ്ചവത്സര പദ്ധതിയുടെ സമ്മേളനത്തിൽ വെച്ച് പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വരികയാണെന്നും അത് ഭാരതത്തിലെ യുവതീ-യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് ആഹ്വാനം ചെയ്തത്. തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ആദ്യ ചെയർമാനുമായി നിയമിതനായി. രണ്ടാമത്തെ ചെയർമാനായി സ്വാമി ഹരിനാരായണന്ദജിയും മൂന്നാമത്തെ ചെയർമാനായി ഡോക്ടർ BS ബാലചന്ദ്രൻ സാറും നിയമിതനായി. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്നുള്ളതാണ് BSSന്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ള ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരത് സേവക് സമാജ് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നു. ഇതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല എന്നീ പ്രോഗ്രാമുകളാണ് ഭാരത് സേവക് സമാജ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് ഭാരത് സേവക് സമാജിന്റെ സ്ഥാപക ദിനമാണ്. അതിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. ഈ 12-ാം തീയതി അവധി വരികയാണെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കാറുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖല, മാധ്യമ മേഖല, കാർഷിക മേഖല, കരകൗശലത്തിൽ പ്രാഗൽഭ്യം നേടിയവർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപഹാരമാണ് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാറിന്റെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വിളിച്ചു വരുത്തുകയും നിങ്ങളെ ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആദരവാണ് നന്ദി പ്രകാശനം. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്നും അഭ്യർത്ഥിക്കുന്നു.
ഏതാനും നിമിഷങ്ങൾക്കകം BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSന്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവർകളും ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകളും ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമ്മേളനം ഉടൻ തുടങ്ങുകയാണ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। സ്വാഗതം ആശംസിക്കുന്നതിനായി BSSന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ മാഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്നത്തെ ഭാരത് സേവക് ഉപകാര സമർപ്പണ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരത് സേവക് സമാജ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1952 ഇന്ത്യൻ പാർലമെന്റിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഭാരത് സേവക് സമാജ്. ദേശീയ വികസന ഏജൻസി എന്ന നിലയിൽ രൂപീകൃതമായ ഈ പ്രസ്ഥാനം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സ്വതന്ത്രാനന്തര ഭാരതത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നതായിരുന്നു പ്രധാനമായും മുൻപിൽ കണ്ടിരുന്ന ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് രാജ്യത്തെമ്പാടും നടത്തി വന്നിട്ടുള്ളത്. ഭാരത് സേവക് സമാജിൻ്റെ ആദ്യകാല നേതാക്കളായ പണ്ഡിറ്റ് ഗുൽസാരിലാൽ നന്ദയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദയും ചേർന്ന് ആവിഷ്കരിച്ച ഭാരത് സേവക് സമാജിൻ്റെ രൂപരേഖയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭാരത് സേവക് സമാജ് രാഷ്ട്രത്തിൻ്റെ ആദ്യകാല നേതാക്കളെല്ലാം തന്നെ ഭാരത് സേവക് സമാജിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ആദ്യ അംഗം. അങ്ങനെ ധാരാളം മിഷണറീസിൻ്റെ കാഴ്ചപ്പാടോടുകൂടി അവരുടെ ദീർഘവീക്ഷണത്തോടുകൂടി രൂപീകൃതമായ ഭാരത് സേവക് സമാജ് ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളിൽ കൂടെയാണ്. ഭാരതത്തിൽ ഏത് പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ ധാരാളം പ്രവർത്തനങ്ങളാണ്. താഴേക്കുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടും സ്ത്രീകളുടെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് രാജ്യത്തെമ്പാടും നടത്തി വരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് വൊക്കേഷണൽ ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ്, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം, അതുപോലെ മൈക്രോ ഫിനാൻസ്, പരിസ്ഥിതി പരിപാടികൾ, റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നീ മേഖലകളിൽ ഒരുപക്ഷെ ഭാരത് സേവക് സമാജ് കൈവെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതിനേക്കാൾ അപ്പുറം പ്രവർത്തനങ്ങളിലേക്ക് ഭാരത് സേവക് സമാജ് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ നമുക്ക് ഭാരത് സേവക് സമാജിൻ്റെ 74ാം വാർഷികമായിരുന്നു. 1952 രൂപീകൃതമായ ഭാരത് സേവക് സമാജിൻ്റെ 74ാം വാർഷികത്തിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളം പ്രവർത്തനങ്ങളാണ് നമ്മൾ വിഭാവനം ചെയ്തതും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഇന്നത്തെ കാലത്തിനനുസൃതമായ ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് വിഭാവനം ചെയ്തിട്ടുള്ളതും അടുത്ത 10 വർഷത്തേക്ക് ലക്ഷ്യം കണ്ടിട്ടുള്ളതും. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന ഭാരത് സേവക് സമാജിൻ്റെ ഒരു കൂട്ടം പ്രവർത്തകരാണ്. വോളണ്ടിയറി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ള ധാരാളം പ്രവർത്തകരാണ് ഭാരത് സേവക് സമാജുമായി പ്രവർത്തിച്ച് ഈ കാര്യങ്ങളെല്ലാം നാട്ടിൽ നടപ്പിലാക്കുന്നത്. ഭാരത് സേവക് സമാജിനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ ചെയർമാൻ, ഭാരത് സേവക് സമാജിൻ്റെ ഇന്നത്തെ ദേശീയ ചെയർമാൻ എന്ന് പറയുന്ന BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഭാരത് സേവക് സമാജിനെ ഈ നിലയിലാക്കിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ആശയങ്ങളും അതുപോലെ പ്രവർത്തിക്കാനുള്ള മനസ്സും എന്നുള്ളതാണ്. ആ ഒരു ആശയത്തിലൂന്നി ആ ഒരു ലീഡർഷിപ്പിനെ മുൻനിർത്തിയാണ് ഭാരത് സേവക് സമാജിൻ്റെ എല്ലാ പ്രവർത്തകരും ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത്. എന്താണ് ഭാരത് സേവക് സമാജിന് ചെയ്യാൻ പറ്റാത്തതെന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. ഏത് കാര്യം
ചോദിച്ചാലും ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് തന്നുകൊണ്ട് ഭാരതീയ സമാജിനെ ഏത് രീതിയിലും വളർത്തിയെടുക്കുക, ഏതെല്ലാം രാജ്യത്തിന് നന്മ നൽകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അതിൽ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളൊരു ഓപ്പൺ സ്പേസ് തന്നുകൊണ്ടാണ് ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകരെ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നതും അതുപോലെ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതും. ഈ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ദേശീയ ചെയർമാൻ ആവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ മേഖലയിൽ ഇത്രയും കാര്യങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ട് തന്നെയാണ് ദേശീയ ചെയർമാൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതും ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ധാരാളം കാര്യങ്ങൾ, ഒരുപക്ഷെ മുമ്പുള്ളതിനേക്കാളും ധാരാളം കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടും ധാരാളം വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഭാരതീയ സമാജ് ഈ ഭാരത് സേവക് ഓണർ എന്ന് പറയുന്ന പ്രോഗ്രാം പോലും ഭാരതീയ സമാജിൻ്റെ ചെയർമാൻ്റെ ദീർഘവീക്ഷണത്തിൽ കൂടി വന്ന് അങ്ങനെ അപ്രൂവ് എടുത്ത ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം, സമൂഹത്തിലുള്ള ധാരാളം പ്രവർത്തകർ ഓരോ മേഖലയിലും അവരുടേതായ സംഭാവനകളുണ്ട്. ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ അവർ സമൂഹത്തിൽ നൽകുന്നുണ്ട്. ആ സംഭാവനകളെല്ലാം കൂടെ തന്നെ നോക്കുമ്പോൾ രാഷ്ട്ര നിർമ്മാണ മേഖലയിൽ എന്തുമാത്രം മുതൽക്കൂട്ടാകുന്നു എന്നുള്ള ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമെന്നായിരിക്കും നമ്മൾ ധരിക്കുന്നത്. പക്ഷെ അത് രാഷ്ട്ര നിർമ്മാണ മേഖലയിൽ എന്തുമാത്രം പോസിറ്റീവായും അതുപോലെ എന്തുമാത്രം ഇഫക്റ്റീവായിട്ടുമാണ് സംഭാവനകൾ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരാൾ മനസ്സിലാക്കി തരുമ്പോഴായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തകരെ കണ്ടെത്തി ധാരാളം ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകരെല്ലാം ഞാൻ ധാരാളം മേഖലയിൽ കൈവച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ധാരാളം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് എല്ലാവരും. അവരവരുടേതായ മേഖലയിൽ ധാരാളം സംഭാവനകൾ നൽകി നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരും നയിച്ചിട്ടുള്ളവരുമായ വ്യക്തികളെയാണ് ഇവിടെ തെരഞ്ഞുപിടിച്ച് നമ്മൾ ഭാരത് സേവക് ഓണം നൽകി എല്ലാ മാസവും 12-ാം തീയതി ആദരിക്കുന്നത്. 12-ാം തീയതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ സമാജിൻ്റെ ഫൗണ്ടേഷൻ്റെ ഓഗസ്റ്റ് 12 ആയതുകൊണ്ടാണ് എല്ലാ മാസവും 12 എന്ന ഒരു തീയതിയിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു 74ാമത് ഫൗണ്ടേഷൻ്റെ, പക്ഷെ അത് അവധിയായതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് ഈ പ്രോഗ്രാം മാറ്റിയായിരുന്നു. ഇത്രയും പേരെ ഇവിടെ ആദരിക്കുമ്പോൾ നമ്മൾ കരുതുന്ന ഭാരതീയ സമാജാണ് കൂടുതൽ ആദരിക്കപ്പെടുന്ന കാര്യം. ഇത്രയും കർമ്മ മേഖലയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് പ്രവർത്തിച്ചു വരുന്ന സമൂഹത്തിന് ധാരാളം സംഭാവന നൽകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ കൂടുതൽ കർമ്മനിരതരാകുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഈ പ്രോഗ്രാം നമ്മൾ രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യത്യസ്ത മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള ഓരോരുത്തരും ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. അതിന് മുമ്പായി നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതും അതുപോലെ ഈ ഭാരത് സേവക് ഉപകരണങ്ങൾക്ക് കൈമാറുന്ന നമ്മുടെ പ്രിയപ്പെട്ട PS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഭാരതീയ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇവിടെ എത്തിയിരിക്കുന്നവരുടെ എല്ലാം ബയോഡേറ്റ വളരെ വിശദമായ ബയോഡേറ്റയാണ്. ഒരുപക്ഷെ ധാരാളം പേജുകളുള്ള ബയോഡേറ്റയാണ്. അത് കുറച്ച് ചുരുക്കിയാണ് ഞാനിവിടെ വായിക്കുന്നത്. ഏകദേശം 50ഓളം പേരിന്ന് ഈ അവാർഡ് വാങ്ങിക്കാനുണ്ട്. സമയത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് തന്നെ ബയോഡേറ്റയിൽ ചുരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകളും അതുപോലെ ധാരാളമായ പൊസിഷൻസിൽ കുറേയൊക്കെ ചുരുക്കിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും മുഷിവ് തോന്നരുത്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഭാരത് സേവക് സമാജിൻ്റെ വെബ്സൈറ്റിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ എല്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയുള്ള ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഈ അവാർഡിന് അർഹരായത് എന്നുള്ള വിശദമായി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ബയോഡേറ്റ കൃത്യമായി അതിനകത്ത് വരും. പക്ഷേ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്താണ് വായിക്കുന്നതെന്ന് കൂടെ പറയുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കും. അവർ ഇവിടെ വന്ന് ഓഡിയൻസിനെ ഒന്ന് ഫേസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവരെന്താണ് എന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാകും. അവരുടെ ബയോഡേറ്റ അവിടെ വായിക്കും. അല്ലെ, ഓരോരുത്തരെയും ഞാൻ പേര് വിളിക്കാം. ആദ്യമായി പ്രൊഫസർ M. മുഹമ്മദ് അസ്ലം, കോഴിക്കോട് മുയിപ്പോത്ത് സ്വദേശി, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ നീർന്ന സേവന പാരമ്പര്യത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകനും അധ്യാപകനും ഭരണ നേതാവുമാണ്. അധ്യാപനത്തെ ഒരു തൊഴിൽ എന്നതിലുപരി സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായി കണ്ട വ്യക്തിത്വമാണ്. അക്കാദമിക മികവും മാനുഷിക മൂല്യങ്ങളും സ്ഥാപന നിർമ്മാണ ശേഷിയും സമന്വയിപ്പിച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അധ്യാപന രംഗത്ത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷി വളർത്തുകയും വിഷയത്തെ ജീവിതാനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപന രീതിയിലൂടെ അനേകം തലമുറകളെ അദ്ദേഹം സ്വാധീനിച്ചു. വിദ്യാഭ്യാസ രംഗത്തും അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. MES മാമ്പാട് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയായി 6 വർഷം പ്രവർത്തിച്ചു. അക്കാദമിക നിലവാരം ഉയർത്തുന്നതിലും ഗവേഷണ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു.
തുടർന്ന് കോളേജിൻ്റെ ആദ്യ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് എന്ന നിലയിൽ സ്വയംഭരണ പദവി ലഭിച്ച സ്ഥാപനത്തിൻ്റെ പരീക്ഷാ സംവിധാനത്തിന് കാര്യക്ഷമവും സുതാര്യവും വിശ്വാസ്യതയാർന്ന അടിത്തറ ഒരുക്കി. സ്വയംഭരണ കോളേജുകളുടെ പരീക്ഷാ സംവിധാനങ്ങൾക്ക് മാതൃകയായി മാറിയ നിരവധി ഭരണപരമായ രീതികൾ നേതൃത്വത്തിൽ രൂപം കൊണ്ടുവരാൻ സാധിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ വിവിധ അക്കാഡമിക് ചുമതലകളിലും സജീവ സാന്നിധ്യമായിരുന്നു. PG വൈവ ബോർഡിൻ്റെ ചെയർമാനായും അംഗമായും നിരവധി തവണ സേവനമനുഷ്ഠിച്ചു. PGയും UGയും ബോർഡ് ഓഫ് വാല്യുവേഷൻ്റെ ചെയർമാനായും പ്രവർത്തിച്ചു. സർവകലാശാലയുടെ UG ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗമായി പാഠ്യപദ്ധതി വികസനത്തിലും അക്കാദമിക നയരൂപീകരണത്തിലും നിർണായകമായ സംഭാവനകൾ നൽകി. ദേശീയ സേവന പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറായി 4 വർഷം പ്രവർത്തിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തി. വിദ്യാഭ്യാസം സമൂഹമായി ചേർന്ന് നിൽക്കേണ്ട പ്രക്രിയയാണെന്ന വിശ്വാസത്തോടെ വിദ്യാർത്ഥികളെ സാമൂഹ്യ ഇടപെടലുകളിലേക്കും ജനകീയ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഒരു ചെറിയ കോളേജായി ആരംഭിച്ച സ്ഥാപനത്തിനെ അക്കാദമിക നിലവാരത്തിലും സാമൂഹ്യ സ്വാധീനത്തിലും ഉത്തര മലബാറിലെ ശ്രദ്ധേയമായ സ്വാശ്രയ കോളേജുകൾ ഒന്നാക്കി ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചേരാൻ പ്രോത്സാഹിപ്പിച്ചു. വിവിധ സാമൂഹ്യ ഇടപെടലുകൾ, ഗ്രാമവികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, വായന സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, യുവജന നേതൃത്വ പരിശീലനങ്ങൾ, കരിയർ മാർഗനിർദ്ദേശ ക്യാമ്പുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിലൂടെ വിദ്യാഭ്യാസവും സാമൂഹ്യ ഉത്തരവാദിത്വം ഒരുമിപ്പിക്കുന്ന മാതൃക സൃഷ്ടിച്ചു. ഉത്തര മലബാറിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പുതിയ പ്രതീക്ഷയും അവസരങ്ങളും സൃഷ്ടിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും തലമുറയെ വാർത്തെടുക്കുകയും ചെയ്തു. അധ്യാപന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹാഷിം NK, വടകര ആയഞ്ചേരി സ്വദേശി, ഭൗമിക ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ. വയനാട് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം മേധാവി. സ്കൂൾ, കോളേജ്, സർവകലാശാല ഗവേഷണ മേഖലകൾ എന്നിവയിൽ ഉടനീളം വിപുലമായ പ്രൊഫഷണൽ അനുഭവം കൈവരിച്ച വ്യക്തിത്വം. MMH കോഴിക്കോട്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാളയം, ഫറൂഖ് കോളേജ് കോഴിക്കോട്, പുതുശ്ശേരി സെൻട്രൽ സർവകലാശാലയിലെ ഗവേഷണ ലബോറട്ടറി എന്നിവിടങ്ങളിലെ സേവന പരിചയം. ഇപ്പോൾ വയനാട് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗത്തെ നയിക്കുന്നു. അക്കാഡമിക് പദ്ധതീകരണം, സ്ഥാപക വികസനം, വിദ്യാർത്ഥി മാർഗനിർദ്ദേശം, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നിവയിൽ വ്യക്തമായ ശ്രദ്ധ ചെലുത്തുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്നു. കേരള സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത NGO ആയ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സെൻറ്റർ ഫോർ എഡ്യൂക്കേഷണൽ ഡാറ്റ അനാലിസിസ് ആൻഡ് റിസർച്ച് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു വരുന്നു. അധ്യാപന മേഖലയിലെ മികച്ച കഴിവുകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി, കണ്ണൂർ സർവകലാശാലയിൽ ഡീൻ ഓഫ് ഫാക്കൽറ്റീസ്, 10 വർഷത്തിലേറെക്കാലം നിയമവിഭാഗ മേധാവി, പാലയാട് മഞ്ചേശ്വരം ക്യാമ്പസുകളിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് വിഭാഗം മേധാവി, നിയമ പഠന വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർപേഴ്സൺ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരിശോധനാ സമിതി അംഗം, കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല നിയമവിഭാഗം അംഗം, കാലിക്കറ്റ് സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, കണ്ണൂർ സർവകലാശാല നിയമവിഭാഗം അംഗം, കണ്ണൂർ സർവകലാശാല കേരള സർവകലാശാല ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചെയർപേഴ്സൺ, അന്താരാഷ്ട്ര അക്കാഡമിക് സമിതി അംഗം, ക്യാമ്പസ് അച്ചടക്ക സമിതി അംഗം, തലശ്ശേരി ക്യാമ്പസ് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡ് അംഗം, കണ്ണൂർ സർവകലാശാല അക്കാഡമിക് കൗൺസിൽ അംഗം, മലബാർ ക്യാൻസർ സെൻറ്റർ എത്തിക്സ് കമ്മിറ്റി അംഗം, കണ്ണൂർ സർവകലാശാലയുടെ ഹെൽത്ത് സയൻസ് വിഭാഗം എത്തിക്സ് കമ്മിറ്റി നിയമവിദഗ്ധ, അങ്ങനെ ധാരാളം മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാല IPS സെല്ലിൻ്റെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 15 പ്രബന്ധങ്ങളും ദേശീയ തലത്തിൽ 34 പ്രബന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 11 പുസ്തകങ്ങളിൽ അധ്യായങ്ങൾ രചിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ സ്വതന്ത്രമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലാകാരിയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവ അവതരിപ്പിക്കുന്നു. കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയുടെ അവതരണം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കർണാടക സംഗീതജ്ഞയും വീണാവാദകയുമാണ്. കേരളത്തിലെ വിവിധ വേദികളിൽ കർണാടക സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിൽ ചിത്രരചന നടത്തുന്നു. തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങളുടെ 2 സോളോ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ച തുക തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് സംഭാവന ചെയ്തു. 2020 ജൂലൈ 25-ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയായ വെർച്വൽ ആർട്ട് ഗാലറിയിൽ സോളോ പ്രദർശനം നടത്തി. ഡൽഹിയിൽ നടന്ന സയൻസ് കോൺഗ്രസിൽ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ഇന്റർട്വൈനിങ് വിത്ത് നേച്ചർ എന്ന വിഷയത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു.
കർണാടകയിലെ APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ നടത്തിയ അന്താരാഷ്ട്ര ഓൺലൈൻ കലാമത്സരത്തിൽ മികച്ച അന്താരാഷ്ട്ര പരമ്പരാഗത കലാകാരിക്കുള്ള പുരസ്കാരം, കേരളത്തിലെ പ്രശസ്തമായ ഇരിങ്ങാലക്കുട സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്നുള്ള മികച്ച പൂർവ്വ വിദ്യാർത്ഥിനിക്കുള്ള പുരസ്കാരം, കേരളത്തിലെ മഞ്ചരി ബുക്സ് ഏർപ്പെടുത്തിയ സാഹിത്യശ്രീ ദേശീയ പുരസ്കാരം, ന്യൂഡൽഹിയിലെ ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ ഏർപ്പെടുത്തിയ വുമൻ ഓഫ് ദ ഇയർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കണ്ണൂർ സർവകലാശാല തലശ്ശേരി ക്യാമ്പസിൻ്റെ വകുപ്പ് മേധാവിയായി പ്രവർത്തിച്ചു വരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MP മുഹമ്മദ് റഷീദ് സക്കാഫി, പഴയങ്ങാടി സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ. ജീവകാരുണ്യം ഒരു സേവനം മാത്രമല്ല, ജീവിത ദൗത്യമാണെന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച സാമൂഹ്യ പ്രവർത്തകനാണ്. അശരണർ, വയോജനങ്ങൾ, രോഗികൾ, അനാഥർ, നിരാലംബർ, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരുടെ സംരക്ഷണം, പുനരധിവാസം, ആരോഗ്യ പരിചരണം, സാമൂഹ്യ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് റഫ്രോ എലൈപ്പേട്ടയിൽ സ്നേഹസദനം എന്ന പേരിൽ കെയർ ഹോം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അശരണർക്ക് സുരക്ഷിതമായ അഭയവും പരിചരണവും ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഗാർഡിയൻ ഏഞ്ചൽ ഫൗണ്ടേഷൻ 2017 എന്ന ജെൻസ് കെയർ ഹോം, വനിതാ കെയർ ഹോം, പാലിയേറ്റീവ് കെയർ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ സഹായം, കമ്മ്യൂണിറ്റി കിച്ചൺ, സാമൂഹ്യ പ്രവർത്തകരുമായി ചേർന്ന് വിപുലമായ ശുചീകരണങ്ങളും മറ്റും നടത്തി വരുന്നു. കോവിഡ് കാലത്ത് ചങ്ങമനാട് പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. നിരവധി ഭരണകേന്ദ്രങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ആകാശ് അവസ്ഥി എത്തിയിട്ടില്ല. അദ്ദേഹം ലണ്ടനിലാണ്. പകരം അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് വാങ്ങുന്നത്. UK പരിശീലനം നേടിയ ഫിസിഷ്യനും റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ഫെലോയുമാണ് ചീഫ് അഡ്വൈസറായ ഡോക്ടർ ആകാശ് അവസ്ഥി. അക്യൂട്ട് മെഡിസിൻ, ഇൻ്റേണൽ മെഡിസിൻ എന്നീ മേഖലകളിൽ വിപുലമായ പരിചയസമ്പത്തുള്ള ഡോക്ടറാണ്. തൻ്റെ ചികിത്സാ സേവനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ ചീഫ് അഡ്വൈസറായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇലക്ട്രോപ്പതിയുടെ പ്രചാരം, വികസനം, ഗവേഷണം, അക്കാഡമിക് പുരോഗതി എന്നിവയിൽ സജീവമായി ഇടപെടുന്നു. 1983 മുതൽ ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോപ്പതി ചികിത്സാ രീതിയുടെ പ്രചാരണത്തിലും ഗവേഷണത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം, ആരോഗ്യ നയ ചർച്ചകൾ, ഇലക്ട്രോപ്പതിയുമായി ബന്ധപ്പെട്ട നിയമപരമായ അവബോധം, സ്ഥാപനപരമായ വികസനം എന്നിവയിൽ സ്ഥിരമായി സംഭാവനകൾ നൽകുന്നു. തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതും രോഗി കേന്ദ്രീകൃതമായ സമീപനങ്ങളിലൂടെ മികച്ച ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്നതിനും ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അക്കാഡമിക് നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ആരോഗ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രേംജിത്ത് സുരേഷ് ബാബു, തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി, നടൻ, എഴുത്തുകാരൻ, ചിത്രകാരൻ, ആർട്ട് ഡയറക്ടർ എന്നീ നിലകളിൽ 25 വർഷത്തിലെ പ്രവർത്തന പരിചയം. 2003 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് നടൻ, തിരക്കഥാകൃത്ത്, ആർട്ട് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ലാസ്റ്റ് ലെറ്റർ ഫ്രം ഹാമിൽട്ടൺ, പെറ്റ്സ് ഓഫ് അനാർക്കി, ദി ഗൈഡ്, കാർണിവൽ, മണവാളൻ പാറ, ലേബർ കോഡ്, ബ്രിഗേഡിയർ, ശ്ലതബിംബങ്ങൾ, മായാജാലകം, സ്ലാമർ ഓഫ് ലവ്, പില്ലേഴ്സ് ഓഫ് റീകൺസ്ട്രക്ഷൻ നേഷൻ, ഡെത്ത് നോട്ട്, ശബ്ദിക്കുന്ന കുഴിമാടങ്ങൾ, നിഴൽക്കുത്ത്, കടമ്മൻ മുത്താൻ തുടങ്ങി നിരവധി നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കല്ല്, അതിൻ്റെ ഡയറക്ഷന് കേരള സ്റ്റേറ്റ് വിഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബ്ലഡ് ഷാഡോ തുടർച്ച ദർബാംഗ ബീഹാർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പാതിര, ക്രോസ്വേ, ദ പിംപ്, മിസ്റ്റർ ബിഗ് എന്നീ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇംഗ്ലീഷ്, കഥാ സിംഗ്, ബിരിയാണി, നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രമാണ് ബിരിയാണി എന്നുള്ളത്. 2 അന്താക്ഷരി, ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം, സുദീപ്തം, ഗേൾ ഫ്രണ്ട്സ്, അഭിനേത്രി, അംഗം, അട്ടഹാസം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ മികച്ച നടനുള്ള അവാർഡ്, കായംകുളം ഫിലിം സൊസൈറ്റിയുടെ തിലകൻ പുരസ്കാരം, ധാരാളം ഹ്രസ്വ ചിത്രങ്ങളിലും ധാരാളം ടെലിവിഷൻ പരമ്പരകളിലും കൂടാതെ നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശൈലജ പി അമ്പു, തിരുവനന്തപുരം കരകുളം സ്വദേശി, അഭിനേത്രി, ഗായിക, ഭഗവത ഗഞ്ചുകം, കമല, ഏതോ ചിറകടി ഒച്ചകൾ, മത്സ്യഗന്ധി, പുലരി, സുവിശേഷവും കമ്മ്യൂണിസവും, രചന, പാഠം, സോപ്പ്, ചീപ്പ്, കണ്ണാടി, എൻ്റെ ഉപ്പയ്ക്കൊരാനുണ്ടായിരുന്നു, ക്രൈം, കാലഭേദം,
തുടങ്ങി ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി, മൈസൂർ, ഗോവ, വിശാഖപട്ടണം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാന നാടകോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 35 സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 26 വർഷമായി അഭിനയത്തിലും നാടൻപാട്ട് രംഗത്തും സജീവം. 5 സിനിമകളിൽ നായികയായിരുന്നു. കാന്തി എന്ന സിനിമയിലെ അഭിനയത്തിന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ബൂസ്റ്റർ അമേരിക്കയിൽ നിന്നും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു. ആർപ്പോ എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള PJ ആന്റണി നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. യുവകലാ സാഹിതിയുടെ PK റോസി സംസ്ഥാന കലാപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നാടക പഠനത്തിന് കേന്ദ്ര സർക്കാർ സാംസ്കാരിക വകുപ്പിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ സാംസ്കാരിക ഇടനാഴിയായ തിരുവനന്തപുരം വെള്ളയമ്പലം മാനവീയ വീതിയുടെ പ്രവർത്തനങ്ങളിൽ 19 വർഷക്കാലത്തെ സജീവ സാന്നിധ്യം. മാനവീയം തെരുവോരക്കൂട്ടം എന്ന സംഘടനയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചു. നവോത്ഥാന ഗാനങ്ങളും നാടൻ പാട്ടുകളും ചേർത്തിണക്കിക്കൊണ്ട് സ്വന്തം ബാൻഡിൽ മാനവീയ ഗാനങ്ങൾ എന്ന സംഗീത പരിപാടി അവതരിപ്പിക്കുന്നു. കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഓണം, വാരാഘോഷങ്ങളിലും പുഷ്പോത്സവങ്ങളിലും വർഷങ്ങളായി നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു വരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ കാഷ്യർ അനൗൺസറായിരുന്നു. യുവജന ക്ഷേമ ബോർഡ്, കൗമാരപ്രായക്കാർക്ക് വേണ്ടി നടത്തിവന്നിട്ടുള്ള രക്ഷാ പ്രോജക്റ്റിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കൊല്ലം ജില്ലാ കോർഡിനേറ്ററും ആയിരുന്നു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അക്ഷയ് കുമാർ ഒപ്പം തറമ്മൽ. സ്കൂൾ പഠനകാലം മുതൽ സ്കൂൾ ലീഡർ, സ്കൂൾ പാർലമെന്റ് ചെയർമാൻ, NCC സീനിയർ കേഡറ്റ് റാങ്ക്, NSS വോളണ്ടിയർ ലീഡർ, വിവിധ ക്ലബ്ബുകളുടെ കൺവീനർ എന്നീ ചുമതലകൾ വഹിച്ചു. കുടുംബശ്രീക്ക് കീഴിലുള്ള ബാലസഭയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി 51 ബാലസഭകൾ ചേർന്നൊരു ബാലപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കടലുണ്ടി ബാലപഞ്ചായത്തിന്റെ പ്രഥമ സെക്രട്ടറിയാണ്. ഡിഗ്രി പഠനകാലത്ത് NCC സീനിയർ അണ്ടർ ഓഫീസർ റാങ്ക് വഹിച്ചു. NCC മധ്യപ്രദേശ് ഇൻഡോറിൽ വെച്ച് നടന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രക്കിംഗ് ക്യാമ്പ് എന്നിവയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. NCC C സർട്ടിഫിക്കറ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. കോളേജിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വിവിധ പരിപാടികളിൽ ഭാഗമാക്കാൻ ഇതേ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള വോക്ക് വിത്ത് സ്കോളർ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ക്യാമ്പുകളിൽ പങ്കെടുത്തു. സ്കോളേഴ്സ് ഓൺ വീൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടങ്ങളിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുമായി സംവദിക്കുന്ന മാതൃകാപരമായ ഒരു പദ്ധതി നടപ്പിലാക്കി. കോളേജ് വിദ്യാർത്ഥികളുടെ NGO-യായ യെസ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച നാഷണൽ സെമിനാറിലും ഇംഗ്ലീഷ് സാഹിത്യ ദേശീയ സെമിനാറിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് സൗത്ത് ബീച്ചിലെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനേതര പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിനായി അക്ഷരസമുദ്രം എന്ന പദ്ധതിക്ക് രൂപം നൽകി. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയത്. കാലിക്കറ്റ് സർവകലാശാല, കോഴിക്കോട് ഇംഹാൻസ്, ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായി നടക്കാറുള്ള ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സൊല്യൂഷൻ ഫോക്കസ്ഡ് പ്രാക്ടീസിന്റെ സംഘാടകനായിരുന്നു. മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്ന സംഘടനയായ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ സെക്രട്ടറി പദം ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് നയിക്കുന്നു. 2026 ജൂലൈ 22-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ 117 സ്കൂളുകളിൽ +1 അധിക ബാച്ചുകൾ നൽകിക്കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവ് പോലും മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ പ്രവർത്തന ഫലമായാണ് ഉണ്ടായത്. പത്ര, ദൃശ്യ മാധ്യമങ്ങളിൽ നിരന്തരം വിദ്യാഭ്യാസ മേഖലയിലെ അവസരങ്ങളുടെ അസമത്വത്തെ ചോദ്യം ചെയ്ത് സുപ്രധാനമായ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. നിലവിൽ സൈലം ലേണിംഗ് എന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. കോഴിക്കോട് സമുദ്രതീരത്തെ പുരോഗതിക്ക് വേണ്ടി രൂപം കൊണ്ട അക്ഷരൻ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ KLF ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടകനാണ്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൽ പ്രവർത്തിക്കുന്ന ഫറോക്ക് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. കടലുണ്ടി കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസം, വായനശാല, ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളുടെ പങ്കാളിയുമാണ്. പാലിയേറ്റീവ് കെയർ മേഖലയിലും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആറന്മുള രാമചന്ദ്രൻ, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി. ആറന്മുള രാമചന്ദ്രൻ എന്ന നാടകരംഗത്ത് വിളിപ്പേര്. മലയാള സിനിമയിലെ തറവാട്ടമ്മയും മുത്തശ്ശിയുമായിരുന്ന ആറന്മുള പുന്നമ്മയുടെ ചെറുമകനാണ്. പാട്ടിലൂടെയാണ് അരങ്ങിലെത്തിയതെങ്കിലും 8ാമത്തെ വയസ്സിൽ വീടിനടുത്തുള്ള വായനശാല നാടകത്തിൽ ബാലനടനായി അഭിനയിച്ച് നാടകരംഗവുമായി ബന്ധം തുടങ്ങി. തുടർന്ന് കുട്ടികളുടെ നാടകത്തിൽ അഭിനയിച്ചു വന്നു. ഇക്കാലയളവിൽ ചെറിയ ഗാനമേള സംഘങ്ങളിൽ പാടുക പതിവായിരുന്നു. സ്കൂൾ പഠനകാലത്ത് അവിടുത്തെ അധ്യാപകരുടെ ശിക്ഷണത്തിൽ സ്കൂൾ നാടകങ്ങൾ അവതരിപ്പിച്ചു. പലതവണ ഏറ്റവും നല്ല നടനുള്ള പലവിധ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇക്കാലത്ത് സ്കൂൾ തലത്തിലും ക്ലബ്ബുകൾക്ക് വേണ്ടി നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ധാരാളമായി ചെയ്തു കൊടുക്കുന്നു. കോളേജ് തലത്തിലും നാടക ചർച്ചകളിലും പങ്കെടുക്കുവാനും പല നാടകങ്ങൾ അവതരിപ്പിക്കുവാനും അതിലെല്ലാം സമ്മാനങ്ങൾ നേടുവാനും കഴിഞ്ഞിട്ടുണ്ട്.
കൂടാതെ 200ഓളം അമച്ചർ നാടകങ്ങളിലും വർക്കല ശിവഗിരി ശാരദാ കലാസമിതി അതുപോലെ ധാരാളം കലാസമിതികളിൽ ഗാനമേള സംഘങ്ങൾ പ്രവർത്തിക്കുവാനും ഇടയായിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അബ്ദുൾ അസീസ് വൈദ്യർ, വയനാട് ജില്ലയിലെ പടിഞ്ഞാറേത്തറ സ്വദേശി, ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മുൻനിരയിൽ നിരവധി അവകാശ സമരങ്ങളിൽ ഭാഗഭാക്കായി വയനാടിൻ്റെ തനത് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അഗാധ അറിവ് നേടിയിട്ടുണ്ട്. പല രോഗങ്ങൾക്കും ചികിത്സ നൽകുന്നു. ഇത്തരത്തിൽ രോഗവിമുക്തരായവർ ആയിരങ്ങളാണ്. അറബി ഭാഷ സ്വാധീനം മൂലം അപൂർവങ്ങളായ അറബ് ഗ്രന്ഥങ്ങളിൽ നേടിയ ഔഷധ സസ്യ പാണ്ഡിത്യം സമൂഹത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ വൈദ്യശാസ്ത്ര വിശാരദൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശിഷ്യ സമ്പത്തുകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഉസ്താദുൽ നൂർ എന്നാണ് ശിഷ്യർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ലഹരി നിർമ്മാർജ്ജനം, ജീവകാരുണ്യ പ്രവർത്തനം, കോവിഡ് കാലത്തെ സേവനം, പ്രളയകാലത്തെ ഇടപെടൽ തുടങ്ങിയവ മുൻനിർത്തി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം അവാർഡ്, ദാവുൾ ഷിഫ അവാർഡ്, പാരമ്പര്യ വൈദ്യവിശാരദ് തുടങ്ങിയവ അതിൽപ്പെടുന്നു. ലഹരിവേട്ടയുടെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ ഓപ്പറേഷനിൽ സ്വന്തം സന്നദ്ധ സേനയെ ഒരുക്കിയതിന് കേരള ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ദാവുൾ ഷിഫ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വനവൽക്കരണം, ഔഷധ സസ്യകൃഷി വികസനം, ആദിവാസികളുടെ വികസനം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സാമൂഹ്യ സേവന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേഷ് പി, കണ്ണൂർ മുല്ലക്കൊടി സ്വദേശി, വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ കളർ എന്നീ വിവിധ മാധ്യമങ്ങളിൽ 1000-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പ്രകൃതി ദൃശ്യങ്ങൾ, ഗ്രാമീണ ജീവിതം, ആധുനിക ആശയങ്ങൾ, ആശയാത്മക കലാസൃഷ്ടികൾ, യാഥാർത്ഥ്യ ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ചിത്രങ്ങൾക്കൊപ്പം വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിയേറ്റീവ് പെയിൻറ്റിങ്ങുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നിറങ്ങളുടെ വൈവിധ്യം, രൂപങ്ങളുടെ സന്തുലിത അവസ്ഥ, വികാരങ്ങളുടെ ആവിഷ്കാരം എന്നിവയാണ് ഈ സൃഷ്ടിയിലെ പ്രധാന സവിശേഷതകൾ. വിവിധ മേഖലയിലെ നിരവധി പ്രമുഖ വ്യക്തികളുടെ പോർട്രേറ്റുകൾ വരച്ചിട്ടുണ്ട്. ബ്രഷ്മൻ സ്കൂൾ ഓഫ് ആർട്സ് കണ്ണൂർ, GHSS ചട്ടുകപ്പാറ, ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ചിത്രകലാ അധ്യാപകനായി പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളിൽ കലാസംസ്കാരവും സർഗാത്മക ചിന്തയും വളർത്തുന്നതിന് ശ്രദ്ധേയമായ സംഭാവന നൽകി. നിലവിൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഫൈൻ ആർട്സ് ആയി കഴിഞ്ഞ 3 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അധ്യാപന രംഗത്ത് കലാപഠനത്തിൻ്റെ നവീന സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും അക്കാദമിക സേവനത്തോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രകല അഭ്യസിക്കാനും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ട് ആർട്ട് ലാബ് ഫൈൻ ആർട്സ് അക്കാദമി സ്ഥാപിച്ച് വിജയകരമായി നടത്തിവരുന്നു. നിരവധി കലാപ്രതിഭകളെ വാർത്തെടുക്കുന്നതോടൊപ്പം കലാവിദ്യാഭ്യാസം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ഈ സ്ഥാപനം ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു വരുന്നു. കലാസൃഷ്ടികളുടെ പ്രചരണത്തിനും കലാകാരന്മാരുടെ ആശയവിനിമയത്തിനുമായി 100-ലധികം ക്യാമ്പുകളിൽ സജീവമായി പങ്കെടുത്തതിനോടൊപ്പം സോളോ എക്സിബിഷനുകളും ഗ്രൂപ്പ് എക്സിബിഷനുകളും സംഘടിപ്പിക്കുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. ചിത്രകലയുടെ സാമൂഹികവും സാംസ്കാരികമായ പ്രസക്തി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചിത്രകലാ മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ അരുൺ അരവിന്ദ്, കൊല്ലം കരുതാപ്പള്ളി സ്വദേശി, അധ്യാപകൻ, എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, NSS പ്രോഗ്രാം ഓഫീസറായി കഴിഞ്ഞ 6 വർഷത്തിലേറെയായി വിജയകരമായി പ്രവർത്തിക്കുന്നു. ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ, കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ചീഫ് സൂപ്രണ്ട്, കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഇലക്ഷൻ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 250-ലധികം കവിതകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇലച്ചാർത്ത്, കടലാസ് തോണി എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഭൂരിഭാഗം കവിതകളും ഈണം നൽകി യൂട്യൂബിൽ ആലാപനം ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനായി നിർമ്മിച്ച ഉണർവ് എന്ന ഗാനം പോലീസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചവറ ആസ്ഥാനമായുള്ള ഫ്രണ്ട്സ് കലാസാഹിത്യവേദി, കരുനാഗപ്പള്ളിയിലെ നാടകശാല തുടങ്ങി നിരവധി സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. കേരള കൗമുദി പ്രതിഭാ പുരസ്കാരം, മുൻ MLA ശ്രീ വിജയൻപിള്ള സ്മാരക പ്രതിഭാ പുരസ്കാരം, വിവിധ സാഹിത്യ കൂട്ടായ്മകളിൽ നിന്നുള്ള ആദരവുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വെബിനാറുകളിൽ MBA വിദ്യാർത്ഥികളുടെ എംപ്ലോയബിലിറ്റി, HRD വിഷമതകൾ എന്നിവയെക്കുറിച്ച് MSNI MT സംഘടിപ്പിച്ച ഇൻ്റർനാഷണൽ വെബിനാറുകളുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. NSS പ്രവർത്തനങ്ങളിലൂടെ നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ PP മുഹമ്മദ് ഫൈസൽ, കോഴിക്കോട് കൊടുവള്ളി സ്വദേശി, മാപ്പിളപ്പാട്ട് ഗായകൻ, ഗാനപരിശീലകൻ, ഗാനരചയിതാവ്, പശ്ചാത്തല സംഗീതോപകരണ വാദകൻ,
റിതം പാഡ് ആർട്ടിസ്റ്റ്, കലാസംഘാടകൻ, സ്റ്റേജ് ഡയറക്ടർ, ഗാനമേള പ്രവർത്തകൻ, മാപ്പിള കലാ വിധികർത്താവ്. 5 പതിറ്റാണ്ടിലേറെ മാപ്പിളപ്പാട്ടിൻ്റെയും സംഗീതത്തിൻ്റെയും വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യം. പാരമ്പര്യ ഗുരുകുല പഠനവും ശാസ്ത്രീയ താളവാദ്യ പരിശീലനവും സമന്വയിപ്പിച്ച് മാപ്പിള കലയുടെ പ്രചാരണത്തിനും പുതിയ തലമുറയുടെ പരിശീലനത്തിനുമായി ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ച് 2018 വിരമിച്ചു. പട്ടേരി വോയ്സ്, നെടിയനാട് എന്ന ഗായക സംഘത്തിൻ്റെ സ്ഥാപക അംഗമാണ്. പരിശീലകൻ, സ്റ്റേജ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 2015 മുതൽ നിലവിൽ വരെ പല്ലവി മ്യൂസിക്കിൻ്റെ കീഴിൽ മാപ്പിളപ്പാട്ട് ഗാനമേളകൾ അവതരിപ്പിച്ചു വരുന്നു. വൈസ് പ്രസിഡന്റ് മാപ്പിള കലാ ആസ്വാദക സമിതി നരിക്കുനി, പ്രധാന അധ്യാപകൻ കേരള മാപ്പിള കലാ അക്കാദമി മ്യൂസിക് സ്കൂൾ കൊടുവള്ളി, ഗസ്റ്റ് അധ്യാപകൻ മൊയിൻകുട്ടി വൈദ്യർ സ്മാരക ഓഫ് ക്യാമ്പസ്, MJ എളേറ്റിൽ, ഡയറക്ടർ പല്ലവി മ്യൂസിക് ബാൻഡ്, വോയിസ് ഓഫ് നെടിനാട് എന്ന ഗായക സംഘത്തിൻ്റെ സ്ഥാപക അംഗം, പരിശീലകൻ, സ്റ്റേജ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. 1975 മുതൽ ഏകദേശം 35 വർഷക്കാലം മലബാറിലെ വിവിധ വേദികളിൽ മാപ്പിള ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് രംഗത്തെ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് മലപ്പുറം ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ചു. നരിക്കുനി മാപ്പിള കലാ ആസ്വാദക സമിതി വൈസ് പ്രസിഡന്റ്, കൊടുവള്ളി മാപ്പിള കലാ മ്യൂസിക് സ്കൂൾ പ്രധാന അധ്യാപകൻ, മൊയ്തീൻകുട്ടി വൈദ്യ സ്മാരക ക്യാമ്പസിലെ ഗസ്റ്റ് അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ സേഫ് ക്യാമ്പസ് മലപ്പുറം ഹോസ്പിറ്റലിൽ മെൻറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജീവ് കാവാലം, ആലപ്പുഴ കുട്ടനാട് സ്വദേശി, ഗായകൻ, സംഗീത സംവിധായകൻ. ആകാശവാണിയിൽ A ഹൈ ഗ്രേഡ് നേടിയ സംഗീതജ്ഞനാണ്. സ്കൂൾ പഠനകാലത്ത് തന്നെ സംഗീതത്തിൽ അഭിരുചി ഉണ്ടായിരുന്നു. 50ലധികം ആൽബങ്ങൾക്ക് സംഗീതം നൽകുന്നതിനും ഗാനങ്ങൾ ആലപിക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട്. 3 സിനിമയിൽ പാടുന്നതിന് അവസരം ലഭിച്ചു. ഇന്നസെൻ്റ് എന്ന സിനിമയുടെ ശീർഷക ഗാനം പാടുകയുണ്ടായി. ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം സോപാന സംഗീതം, കേരള താള സമ്പ്രദായം, നാടൻ ശീലുകൾ, മലയാളത്തിലെ പ്രശസ്തമായ കൃതികളുടെ ആവിഷ്കാരം എന്നിവയിലൊക്കെ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇപ്രകാരം സാഹിത്യമാക്കിയ അറിവ് പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവനന്തപുരത്ത് കാവാലം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. 35 വർഷങ്ങൾ പിന്നിട്ട ഈ സ്ഥാപനത്തിൽ ചെറിയ കുട്ടികൾ മുതൽ 80 വയസ്സ് ഉള്ളവർ വരെ പഠിതാക്കളായുണ്ട്. ശാസ്ത്രീയ സംഗീതം, ലളിത സംഗീതം, സോപാന സംഗീതം, ഉപകരണ സംഗീതം, ചിത്രരചന എന്നിവയിൽ ഇവിടെ പരിശീലനം നൽകി വരുന്നു. കാവാലം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗമായി കാവാലം സംസ്കൃതി എന്നൊരു സാംസ്കാരിക സംഘടന 15 വർഷങ്ങൾ മുൻപ് ആരംഭിച്ചത് മുതൽ ഇതുവരെ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സംഗീതയാത്രയുടെ ഭാഗമായി ഇന്ത്യക്കകത്തും 16 വിദേശ രാജ്യങ്ങളിലും പ്രശസ്തരായ കലാകാരന്മാരോടൊപ്പം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ഷഡ്കാല ഗോവിന്ദ മാരാർ പുരസ്കാരം, കാഞ്ചി കാമകോടി വിദ്വാൻ പുരസ്കാരം, ത്യാഗരാജസഭയുടെ സംഗീതശ്രീ പുരസ്കാരം, ഫ്രാക്കോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, ബെസ്റ്റ് സിംഗർ എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഗീത മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാഹുൽ KM, കണ്ണൂർ കാർത്തികപുരം സ്വദേശി, കാഞ്ഞക്കാട്ടെ അവധൂത ഭഗവാൻ ശ്രീ നിത്യാനന്ദ ആശ്രമത്തിൽ കഴിഞ്ഞ 8 വർഷമായി മുഖ്യ പുരോഹിതനായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് സംഗീതം അഭ്യസിക്കുന്നതിനായി നിത്യാനന്ദ സംഗീത വിദ്യാലയം സ്ഥാപിച്ചു. പൂജാവിധിക്ക് പുറമെ തന്ത്രി കീഴിലം ഹരിനാരായണൻ നമ്പൂതിരിയുടെ കീഴിൽ തന്ത്രം അഭ്യസിച്ചു. ചെറുപുഴ സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത അധ്യാപകനായി 2.5 വർഷം ജോലി ചെയ്തു. പത്തനംതിട്ട റാന്നി കൊച്ചുകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, തിരുവനന്തപുരം പുലിയൂർശാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കോട്ടയം പൂന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നിങ്ങനെ അനവധി ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചതിനോടൊപ്പം ആ പ്രദേശത്തെ കുട്ടികൾക്ക് സൗജന്യമായി സംഗീതം അഭ്യസിപ്പിച്ചുകൊണ്ട് സംഗീത ഉപകരണങ്ങളിൽ മുഗർശങ്ക്, ഗഞ്ചറ, തബല, മൃദംഗം, ഹാർമോണിയം എന്നിവ അഭ്യസിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു. നിത്യാനന്ദ ആശ്രമ മ്യൂസിക് ഗ്രൂപ്പ് ഭജന സമിതിയുടെ നേതൃത്വം വഹിക്കുന്നു. ആത്മീയ വൃത്തി കൊണ്ട് സമൂഹത്തിന് സാൻമാർഗീയ ദർശനം നൽകുകയും മനുഷ്യർക്ക് ശാന്തമായതും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അവരിൽ നല്ല അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ 20 വർഷമായി ചെയ്തു വരുന്നത്. ആത്മീയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രവീൺ V നായർ, നെയ്യാറ്റിൻകര സ്വദേശി, മാവേലിക്കര കേന്ദ്രമാക്കിക്കൊണ്ട് ഹിന്ദി പ്രചാര സഭയുടെയും വിവിധ യൂണിവേഴ്സിറ്റികളുടെയും വിവിധ കോഴ്സുകൾ നടത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ വിവിധ തസ്തികകളിൽ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടുവാനുള്ള അവസരം ഒരുക്കുന്നതിന് വഴിയൊരുക്കി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായിട്ടായിരുന്നു പ്രചാര കേന്ദ്രത്തിൽ ക്ലാസുകൾ നടത്തിയിരുന്നത്.
1995 ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ കൊല്ലം കേന്ദ്രത്തിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മൂഴിയാറിലും പിന്നീട് ഗവൺമെന്റ് VHSS ആറന്മുളയിലും സേവനം അനുഷ്ഠിച്ചു. നിലവിൽ സമഗ്ര ശിക്ഷ കേരളം ചെങ്ങന്നൂർ BRCയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിനും സമഗ്ര ശിക്ഷ കേരളത്തിനു വേണ്ടി നിരവധി പദ്ധതികളിൽ സംസ്ഥാന റിസോഴ്സ് പേഴ്സണായും പരിശീലകനായും പ്രവർത്തിച്ചു. നിരവധി ഭാഷാ പദ്ധതികളിൽ പങ്കാളികളായി. മലയാള തിളക്കം, ഹലോ ഇംഗ്ലീഷ്, ഗണിത സഞ്ചയം എന്നിവയ്ക്ക് നേതൃത്വം വഹിച്ചു. ഹിന്ദി പാഠപുസ്തക നിർമ്മാണത്തിലും പഠന സാമഗ്രികൾ തയ്യാറാക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പാഠഭാഗങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് വിദ്യാർത്ഥികളിൽ എത്തിച്ചു. 2015 മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മികവ് സമൂഹത്തിന് മുന്നിൽ എത്തിച്ച പരിപാടിയുടെ ജനറൽ കൺവീനറാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ നഹാസ് പത്തനംതിട്ട സ്വദേശി, കോൺഗ്രസിന്റെ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി, ജനസേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകൻ. പൊതുസമൂഹത്തിന് വലിയ മാതൃകയായിക്കൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നാട്ടിലെ ഏത് സാധാരണക്കാരുടെയും എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്ന ജനകീയ മുഖമാണ്. നാട്ടുകാരുടെ നിയമപരമായതും ചികിത്സ, സാമ്പത്തികം, ഔദ്യോഗിക നൂലാമാലകളിൽപ്പെട്ട് വലയുന്നവർക്കുള്ള നിയമസഹായം എന്നിവ ഉറപ്പാക്കുവാനും നിസ്സഹായരായവർക്കും ആശ്വാസം എത്തിക്കാനും മുൻപന്തിയിലുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് സാർവത്രികമായ സഹായങ്ങളും എത്തിക്കുകയും പ്രവർത്തകരെ അതിനുവേണ്ടി സജ്ജമാക്കുകയും ചെയ്തു വരുന്നു. പത്തനംതിട്ട ജില്ലയിൽ രക്തദാനത്തിന് വലിയ സേന തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലും അത്യാഹിത രോഗികൾക്കും വിഷമം കൂടാതെ രക്തം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു ടീമിന് രൂപം നൽകിക്കൊണ്ട് അതിന് അമരക്കാരനായി പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുബീസ് പടനിലം, അപ്പുറത്തൊരു വണ്ടി KL 81A 5388, അതൊന്ന് മാറ്റിയിടണം, പുറയിലുള്ള വണ്ടി ഇറക്കാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം. KL 81A 5388. ശ്രീ സുബീസ് പടനിലം, ആലപ്പുഴ നൂറനാട് സ്വദേശി, 22 വർഷമായി പ്രൊഫഷണൽ ഗാനരചനാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നാടകഗാനം, ഭക്തിഗാനം, വിപ്ലവഗാനം, രാഷ്ട്രീയ ഗാനം, കവിതകൾ, ലളിതഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, നാടോടി നൃത്തഗാനങ്ങൾ, പരസ്യചിത്രങ്ങളുടെ ഗാനങ്ങൾ, സീരിയൽ ശീർഷക ഗാനങ്ങൾ, നഴ്സറി പാട്ടുകൾ തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇതുവരെ 20,200ഓളം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഡോക്ടർ KJ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ പാട്ടുകൾ പാടി 10 വർഷമായി സംഗീത സംവിധാന രംഗത്തും പ്രവർത്തിച്ചു വരുന്നു. ഇതുവരെ 60ഓളം ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കി വീഡിയോ ആൽബം സംവിധാനം ചെയ്തു വരുന്നു. ഇപ്പോൾ 50-നടുത്ത് വീഡിയോ ആൽബങ്ങളാണ് സംവിധാനം ചെയ്തത്. ലിലിൻ രാജേന്ദ്രന്റെ പേരിലുള്ള കലാനിധി പുരസ്കാരം, വയലാർ രാമവർമ്മയുടെ പേരിലുള്ള കാവ്യാഞ്ജലി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. എഴുതിയ ലളിതഗാനങ്ങൾക്ക് 2 തവണ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ധാരാളം കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹിന്ദോളം എന്ന കവിതാ സമാഹാരം. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രഞ്ജിത്ത് രാമചന്ദ്രൻ, തിരുവനന്തപുരം പേയാട് സ്വദേശി, ആനുകാലികങ്ങളിൽ കവിതകളും കഥകളും ലേഖനങ്ങളും എഴുതി വരുന്നു. UAE-യിലെ പ്രവാസി എഴുത്തുകാരുടെ കൂട്ടായ്മകളിലും ഓൺലൈൻ എഴുത്തുവേദികളിലും സജീവമായിരുന്നു. ആകാശവാണിയിലെ യുവവാണിയിൽ കവിതകൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് തീമഴത്തുള്ളികൾ, പാതി വെന്തവൻ്റെ പാട്ട്, ഒസ്യത്ത് എന്നിവയാണവ. ഹോമിയോപ്പതി വകുപ്പിൽ ജോലിയിരിക്കെ സർവീസിൽ നിന്നും അവധിയിൽ 20 വർഷം UAE-യിൽ സേവനമനുഷ്ഠിച്ചു. കവിതകൾക്ക് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി സംഘടനകളുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരത്തിനുള്ള നെയ്യനാട് സാഹിത്യ പുരസ്കാരം നേടിയുണ്ടായി. പുരോഗമന കലാ സാഹിത്യ സംഘം വിളപ്പിൽ മേഖലാ കമ്മിറ്റിയുടെ അംഗം, പേയാട് P. ഗോവിന്ദപിള്ള സ്മാരക ഗ്രന്ഥശാല ആൻഡ് പഠന ഗവേഷണ കേന്ദ്രം വൈസ് പ്രസിഡന്റ്, പേയാട് സൗഹൃദ വേദി കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ മുൻ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ സുമ പിള്ള, ആലുവ സ്വദേശി, സംസ്ഥാന കൃഷി വകുപ്പിൽ 34 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി ജോയിന്റ് ഡയറക്ടർ പദവിയിൽ വിരമിച്ചു. യോഗയിലും ജ്യോതിഷത്തിലും ആചാര്യ. മാനവ സേവയാണ് ജീവിതധർമ്മം എന്ന വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നത്. അമൃത, സുഭദ്ര, ലളിതയോഗ, തണലിൽ, AIWC കാരുണ്യ സംഘങ്ങളിൽ സജീവ പ്രവർത്തകയാണ്. യോഗാഭ്യാസം ഓൺലൈനായും നേരിട്ടും നൽകി വരുന്നു.
ജീവിതശൈലി ആസ്പദമാക്കി പാചകം, യോഗ, ധ്യാനം, മനഃശാസ്ത്രം, സ്വയം ശാക്തീകരണം, യാത്ര, കവിത, കഥ ഉൾപ്പെടെ 20 കൃതികൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചു. സാഹിത്യ കൂട്ടായ്മകളുടെ പ്രസിദ്ധീകരണ സമാഹാരങ്ങളിലും കഥകളും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമ്മുവിൻ്റെ രുചിഭേദങ്ങൾ, യോഗയും സ്ത്രീകളും, വിഷാദത്തിൽ നിന്ന് വിവേകത്തിലേക്ക്, കശ്മീർ സഞ്ചാരികളുടെ പർദീസ, ധ്യാനത്തിലുള്ള സൗഖ്യം എന്നിവയുൾപ്പെടെ 17 മലയാളം കൃതികളും, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഗ്രാൻഡ്മാസ് ഡിലൈറ്റ്, യോഗ ഫോർ കിഡ്സ്, ലൈഫ് ആൻഡ് യോഗ എന്നീ ഇംഗ്ലീഷ് കൃതികളും ഇതിൽ ഉൾപ്പെടുന്നു. സ്കൈ യോഗയിൽ മാസ്റ്റേഴ്സ് കോഴ്സ് പൂർത്തിയാക്കി ഓണറി ഡോക്ടറേറ്റിന് അർഹയായി ആചാര്യപദവിയായ അരുൾനിധി പട്ടം നേടി. അന്നു മുതൽ യോഗ സ്വയം ചെയ്യുന്നതിനോടൊപ്പം ആവശ്യക്കാർക്ക് വിദ്യയായി നൽകാനും തുടങ്ങി. അമൃത എന്ന കാരുണ്യസംഘം രജിസ്റ്റർ ചെയ്ത് ആവശ്യങ്ങളുമായി നേരിട്ട് എത്തുന്നവർക്ക് പ്രായഭേദമന്യേ യോഗാഭ്യാസം, ധ്യാനം, ചിരിയോഗ, ചക്രശുദ്ധീകരണ ക്രിയ, മുദ്രയിലൂടെയുള്ള സൗഖ്യം, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സംസാര യോഗ, സംഗീത തെറാപ്പി എന്നിവ നൽകി വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ലോക സാംസ്കാരിക പരിസ്ഥിതി സംരക്ഷണ കമ്മീഷനാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും അവാർഡ് ലഭിക്കുകയും ഉണ്ടായി. യോഗ പരിശീലനത്തിൽ നൽകിയിട്ടുള്ള മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബാബു എൻ കുരീപ്പുഴ, കൊല്ലം കൈക്കുളങ്ങര സ്വദേശി, മലയാള രാജ്യം സൺഡേ സപ്ലിമെന്റിൽ വാസരകന്യക എന്ന കവിത പ്രസിദ്ധീകരിച്ചോടെ കവിതാ പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയനായി. പിന്നെ ജനയുഗം, സൺഡേ സപ്ലിമെന്റ്, മലയാള രാജ്യം സപ്ലിമെന്റ് തുടങ്ങിയവയിൽ തുടർച്ചയായി കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. കുങ്കുമം, സിനിരമ, കേരള ശബ്ദം തുടങ്ങിയ ആനുകാലികങ്ങളിലൂടെയും കവിതകൾ എഴുതി. ഏകദേശം 100-ൽ പരം നാടകങ്ങൾക്കും ഒരു പ്രൊഫഷണൽ നാടകത്തിനു വേണ്ടി ഗാനരചന നടത്തി. ഒളിയമ്പ്, വിലങ്ങ് എന്നീ 2 നാടകങ്ങൾ രചിക്കുകയും കുരിപ്പുഴ റിക്രിയേഷൻ ക്ലബിലൂടെ അവതരണം നടത്തുകയും ചെയ്തു. തുടർന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. KSRTCയിൽ കണ്ടക്ടറായിരുന്നു. 31 വർഷത്തെ സേവനശേഷം കൺട്രോളിംഗ് ഇൻസ്പെക്ടറായി വിരമിച്ചു. ഔദ്യോഗിക കാലയളവിൽ സേവനകാലം മുഴുവൻ ട്രേഡ് യൂണിയൻ രംഗത്ത് ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. KSRTCയിലെ പ്രസിദ്ധീകരണങ്ങളായ ട്രാൻസ്പോർട്ട് കാഹളം, ട്രാൻസ്പോർട്ട് റിവ്യൂ എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലം കുരിപ്പുഴ മണലി ക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡന്റായും അതിനുശേഷം ഉപദേശ സമിതി പ്രസിഡന്റായും വളരെക്കാലം സേവനമനുഷ്ഠിച്ചു. കുരിപ്പുഴ ജനതാ വായനശാല പ്രസിഡന്റ്, കുരിപ്പുഴ റിക്രിയേഷൻ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. വിരമിച്ച ശേഷം ഗ്രന്ഥശാലകളിലും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലും ചവറ, ഫ്രണ്ട്സ്, തരംഗം പോലെയുള്ള സംഘടനകളും അംഗമായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വീടിന് ചേർന്നുള്ള പുരയിടത്തിൽ കാർഷികേതര വിളകൾ നട്ടുവളർത്തുന്നതിലും ചെടികൾ പരിപാലനം ചെയ്യുന്നതിലും അതീവ ജാഗ്രത പാലിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം നടത്തുന്നതോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അഭയകേന്ദ്രങ്ങൾ സന്ദർശിച്ചും അന്നദാനത്തിനായി ഒരു പങ്കും നൽകി വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സിന്ധു ഭദ്ര, തൃശൂർ ചെമ്മണ്ണൂർ സ്വദേശി, കവി, ഗാനരചയിതാവ്, ഗായിക, അഭിനേത്രി, സംവിധായിക, തിരക്കഥാകൃത്ത്. കലാ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ 15 വർഷത്തിലധികമായി സജീവമായി പ്രവർത്തിക്കുന്നു. നിരവധി മ്യൂസിക്കൽ വീഡിയോകൾക്ക് രചനയും സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിട്ടുണ്ട്. 2026 വിമൻസ് ഡേയിൽ രചനയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ പെണ്ണ് മ്യൂസിക്കൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചതാണ്. സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീകളുടെ ശാക്തീകരണവും എടുത്തു കാണിക്കുന്ന വരികളും ദൃശ്യങ്ങളുമാണ് അതിലുള്ളത്. 300-ലധികം വരുന്ന സ്ത്രീകൾ ഇതിൽ അഭിനേതാക്കളായിട്ടുണ്ട്. വാലന്റൈൻസ് ദിനത്തിൽ രചനയും സംവിധാനവും അഭിനയവും നിർവഹിച്ച മൗനാശ്രയങ്ങൾ മ്യൂസിക്കൽ വീഡിയോ പുറത്തിറങ്ങി. ഇതിനു പുറമെ വായനയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നിരവധിയായ കവിതകളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. കവിത, വിപ്ലവ ഗാനം, ഇലക്ഷൻ പ്രചരണ ഗാനം, ഓണപ്പാട്ട് എന്നിവയിലും മ്യൂസിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ 2 ഷോർട്ട് ഫിലിമിന് ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. സിനിമയിൽ ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വീണുടഞ്ഞ മൗനാശ്രയങ്ങൾ, കവിതാ സമാഹാരം, ജീരകമിഠായി, ബാലസാഹിത്യ കവിതകൾ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. വായന എന്നാൽ അറിവാണ് എന്ന കവിതയ്ക്ക് സാഹിത്യ സംഗമവേദിയുടെ ബാലാമണി അമ്മ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബാലസാഹിത്യ കവിതാ സമാഹാരം ജീരകമിഠായിക്ക് മലയാളം ലിറ്ററേച്ചർ അക്കാദമിയുടെ ഗോൾഡൻ ലോട്ടസ് നാഷണൽ ലിറ്ററേച്ചർ ബുക്ക് പ്രൈസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വീണുടഞ്ഞ മൗനാശ്രയങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന് എഴുത്തച്ഛൻ സാഹിത്യയുടെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായും കുന്നംകുളം നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരിയായും NULM കമ്മ്യൂണിറ്റി ഓർഗനൈസറായും തലപ്പള്ളി താലൂക്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായും ക്ഷേമനിധിയിൽ LD ക്ലർക്കായും കമ്മ്യൂണിറ്റി കൗൺസിലറായും കുന്നംകുളം കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സണായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശാന്താലയം ശ്രീകുമാർ, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി, ലോക്കോ പൈലറ്റാണ്. മലയാള മിഷൻ അധ്യാപകൻ, റിസോഴ്സ് പേഴ്സൺ, മോട്ടിവേറ്റർ, പ്രഭാഷകൻ, കവി.
31 വർഷം ചെന്നൈയിൽ ലോക്കോ പൈലറ്റ് ആയിരുന്നു. പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന മലയാളം മിഷൻ്റെ ചെന്നൈ ചാപ്റ്റർ അധ്യാപകനും റിസോഴ്സ് പേഴ്സണുമായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം പഠിപ്പിച്ച കുട്ടിയാണ് ആദ്യമായി മലയാളം മിഷൻ നടത്തിയ പ്രഥമ നീലക്കുറിഞ്ഞി കേരളത്തിലെ SSLC തുല്യതാ പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. അതിന് ബെസ്റ്റ് ടീച്ചർ അവാർഡും ലഭിക്കുകയുണ്ടായി. ചെന്നൈയിലും ഇപ്പോൾ തിരുവനന്തപുരത്തും കുട്ടികൾക്ക് വേണ്ടി മോട്ടിവേഷൻ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും ബാലകവിതകളാണ് എഴുതിയിട്ടുള്ളത്. ദളങ്ങൾ, ഉച്ചത്തിൽ പാടാം, ഉണ്ണികൾ പാടും പാട്ട് എന്നീ ബാലകവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതുന്നു. കൊട്ടും പാട്ടും കൊറോണയും എന്ന പേരിൽ കൊറോണ കാലത്ത് കുട്ടികളുടെ വിവിധ പ്രവർത്തനങ്ങൾ വീഡിയോകളാക്കി യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്കാര സാഹിത്യവേദി അഖില കേരള സാഹിത്യ അവാർഡ്, നിറവ് സാഹിത്യ സാംസ്കാരിക സംസ്ഥാനതല പുരസ്കാരം, ഗമനം സാഹിത്യ പുരസ്കാരം, നന്മ സാഹിത്യ പുരസ്കാരം എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താമ്പരം ക്യാമ്പ് റോഡ് കേരള സമാജം ജനറൽ സെക്രട്ടറി, സാഹിത്യ സലാം സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗോപാലകൃഷ്ണൻ CS, തിരുവനന്തപുരം ആറാലമൂട് സ്വദേശി, സജീവ സാമൂഹ്യ പ്രവർത്തകൻ. അത്യാഹിതങ്ങളിൽ പെടുന്നവർക്ക് രക്തദാനം ഏർപ്പെടുത്തി കൊടുക്കുന്നു. നിരവധി തവണ രക്തദാനം ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് പദ്ധതിയിലും സജീവ പങ്കാളിയാണ്. അനവധി സെമിനാറുകളിൽ പങ്കെടുക്കുകയും പേപ്പറുകൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തന രംഗത്താണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. തൻ്റെ നാട്ടിലെ ഏതൊരു അവശത അനുഭവിക്കുന്ന പൗരനും സഹായം എത്തിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നു. അപകടങ്ങളിൽപ്പെടുന്നവർക്കും രോഗികൾക്കും രക്തദാനം നൽകുന്ന ഒരു സംഘം യുവജനങ്ങളുടെ പിന്തുണ ലഭ്യമാക്കിയിട്ടുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാർവത്രികമായി സഹായം നൽകുവാനുള്ള പരിശ്രമത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗായത്രി കൃഷ്ണൻ, വയനാട് കൊളകപ്പാറ സ്വദേശി, ഭരതനാട്യ നർത്തകിയും അധ്യാപികയും നൃത്ത സംവിധായികയുമാണ്. നിലവിൽ കൊച്ചി കാക്കനാട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻ്ററിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. 500-ലധികം വിദ്യാർത്ഥികൾ കലാപരിശീലനം നേടുന്ന ഈ സ്ഥാപനം ഭാരതീയ കല, സംസ്കാരം, പൈതൃകം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും യുവതലമുറയിൽ അവയുടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഭരതനാട്യ അധ്യാപികയായി 159-ലധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻഫോ പാർക്ക് കാക്കനാട്ടിലെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾക്കായി വിവിധ സാംസ്കാരിക പരിപാടികളിൽ നൃത്ത സംവിധാനവും കോറിയോഗ്രാഫി നിർവഹിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രശസ്ത നൃത്തോത്സവങ്ങളിലും സാംസ്കാരിക വേദികളിലും കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കരൂർ നാട്യാഞ്ജലി, ചിദംബരം ഡാൻസ് ഫെസ്റ്റ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, ചോറ്റാനിക്കര മഹോത്സവം എന്നിവിടങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ നൃത്ത മത്സരങ്ങളിൽ വിധികർത്താവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ നൃത്തകലയുടെ പ്രചാരണത്തിനും ഭാരതീയ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിനും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ സംസ്ഥാനതല കലാമത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മഹേഷ് S, തിരുവനന്തപുരം അരുവിപ്പുറം സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. സാമൂഹ്യ സേവന രംഗത്ത് വിദ്യാഭ്യാസ കാലം മുതൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇപ്പോഴും 5 നിർധനരായ കുടുംബാംഗങ്ങൾക്ക് മാസം തോറും ഒരു നിശ്ചിത തുക നൽകി വരുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള മിക്ക വീടുകളിലും ക്വാറന്റൈനിലിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും മെഡിസിനും എത്തിക്കുവാൻ കഴിഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ ബന്ധുക്കളും വീട്ടുകാരും തൊടാൻ ഭയപ്പെട്ടിരുന്ന കോവിഡ് ബാധിതരായ വ്യക്തികളുടെ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നതിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ക്വാറന്റൈനിലിരുന്ന വ്യക്തികളുടെ വീടുകൾ ശുചീകരിക്കാനും സഹായിച്ചിട്ടുണ്ട്. കരമനയാറിലെ അപകടം നിറഞ്ഞ കുളിക്കടവുകളിൽ ഒഴുക്കിൽപ്പെട്ടവരെ പല അവസരങ്ങളിലും രക്ഷിക്കുകയും മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ മുങ്ങിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ മുഖ്യമായ ചുമതലകളും വഹിക്കുന്നുണ്ട്. അതിൻ്റെ പരിവാർ സംഘടനയായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വിളപ്പിൽ താലൂക്കിൻ്റെ പ്രസിഡന്റായി ചുമതല വഹിക്കുന്നു. കൂടാതെ പേയാട് മുതൽ അരുവിപ്പുറം വരെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മയായ പേയാട് സൗഹൃദവേദി എന്ന കലാ സാംസ്കാരിക കൂട്ടായ്മയുടെയും അരുവിപ്പുറം ചെറുപാറ റെസിഡൻസ് അസോസിയേഷൻ്റെയും വിട്യം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൻ്റെയും വൈസ് പ്രസിഡന്റായി ചുമതല വഹിച്ചു വരുന്നു. പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂളിൽ 23 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നു. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. കിട്ടുന്ന സമയത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മീര കൃഷ്ണ, തിരുവനന്തപുരം കമലേശ്വരം സ്വദേശി, സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ പുസ്തകപ്രേമി. നാട്ടിലെ ലൈബ്രറി പ്രസ്ഥാനങ്ങളോട് അടുക്കുകയും അവരുമായി ബന്ധപ്പെട്ട കലാസാഹിത്യ മേഖലകളിൽ വ്യാപൃതയാകുകയും സാഹിത്യത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്.
ശൂരനാട് കുഞ്ഞൻപിള്ള കവിതാ പുരസ്കാരം, വയലാർ രാമവർമ്മ സുവർണ കവിതാ പുരസ്കാരം, അക്ഷരശ്രീ പുരസ്കാരം, എൻ്റെ തൂലികയിലെ മഷിത്തുള്ളികൾ എന്ന കവിതാ സമാഹാരത്തിന് സ്നേഹാദരവ്, തിക്കുറിശി കാവ്യമുദ്ര സ്മൃതി പുരസ്കാരം, സുവർണ കവിതാ പുരസ്കാരം, കേരള സോഷ്യൽ മീഡിയ ഫെസ്റ്റ് പുരസ്കാരം തുടങ്ങി നിരവധി സംഘടനകളുടെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജെസ്സി ജോൺ, ആലപ്പുഴ ജില്ലയിലെ വെൺമണി സ്വദേശി, കഥാകൃത്ത്, കവയത്രി. 11 ചെറുകഥകൾ അടങ്ങിയ ഇമ്മാനുവലിൻ്റെ മണവാട്ടി 2025 20 ചെറുകഥകൾ അടങ്ങിയ മായാത്ത മുറിവുകൾ എന്നിവയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് ഓർഗനൈസേഷൻ അസോസിയേഷൻ ചെയ്ത അക്ഷയ കേരളം സർട്ടിഫിക്കറ്റുകളും കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് ഓർഗനൈസർ സാക്ഷി അവാർഡും നാം ഡൽഹിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പിറേഷൻ, കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഓർഗനൈസ് ചെയ്ത റെയിൻബോ റിവാർഡ്, ഒരിടം നമുക്കായി കലാസാഹിത്യവേദിയുടെ കവിതയ്ക്കുള്ള അവാർഡ്, കണ്ടൽ ബുക്സ് സാഹിത്യ പ്രതിഭ അവാർഡ്, മഷിക്കൂട്ട് സർഹവേദി സാഹിത്യവേദി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. നാം ഡൽഹി കൂട്ടായ്മയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും നല്ല കഥയ്ക്കുള്ള ഗോൾഡ് മെഡലും ഹരിശ്രീ സാഹിത്യവേദിയുടെ സാഹിത്യ പുരസ്കാരവും ആദരവും ലഭിച്ചിട്ടുണ്ട്. മുംബൈയിലുള്ള ജ്വാല മാഗസിനിൽ എല്ലാ മാസവും കവിത പ്രസിദ്ധീകരിച്ച് വരാറുണ്ട്. ബാംഗ്ലൂർ സുരഭിലം എന്ന ഗ്രൂപ്പിൽ കവിതകളുടെ ശബ്ദാവിഷ്കാരവും നടത്തിപ്പോരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജോളി സുധീർ, കോഴിക്കോട് പുനൂർ സ്വദേശി, നർത്തകി. 25 വർഷത്തോളമായി നൃത്ത അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നടന്ന ഏകാത്മകം മോഹിനിയാട്ടം വേൾഡ് ഗിന്നസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. 2022 നൃത്ത സമന്വയം കലാഗൃഹത്തിന് സഹകരണത്തോടെ സംഘടിപ്പിച്ച നന്ദികേശ്വര ഇന്റർനാഷണൽ ക്ലാസിക് ഡാൻസ് ഫെസ്റ്റിവലിൽ നൃത്തഭൂഷൺ അവാർഡ് കരസ്ഥമാക്കി. 2024 AIDA സംഘടിപ്പിച്ച അഖിലേന്ത്യാ ശാസ്ത്രീയ നൃത്ത മത്സരം ഫെസ്റ്റിവലിൽ അതിൽ പങ്കെടുത്ത് ഉർവശി അവാർഡ് ലഭിച്ചു. സ്കൂൾ കലോത്സവം, CBSE കലോത്സവം, സ്റ്റേറ്റ് ഇന്റർ IT കലോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം എന്നിവയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. 10 വർഷത്തോളം CBSE സ്കൂളിൽ നൃത്ത അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. നിർധനരായ കുട്ടികൾക്ക് സൗജന്യ നൃത്ത പരിശീലനവും യൂണിഫോം നൽകുന്നു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയിൽ അംഗമാണ്. നന്മ സർഗ വനിതയിലും പ്രവർത്തിക്കുന്നു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കൈരളി കലാകേന്ദ്രം, കലാദർശൻ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്, അരങ്ങ് നൃത്തവിദ്യാലയം എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്നു. കരുമല തേനാക്കുഴിയിൽ ശിവരഞ്ജിനി നൃത്തവിദ്യാലയം സ്ഥാപിച്ച് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അശ്വിനി ML, കാസർഗോഡ് സ്വദേശിനി, കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ രാഷ്ട്രീയ വയോശ്രീ യോജന, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയ കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും നേതൃത്വം നൽകി വരുന്നു. BJP അക്ഷരമിത്ര ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയിലൂടെ ഗ്രാമീണ പിന്നോക്ക മേഖലകളിൽ ബോധവൽക്കരണ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ലഹരി മുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾക്കും ഈ സമ്പർക്ക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും അവയിൽ സജീവമായി പങ്കാളിയാവുകയും ചെയ്യുന്നു. മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പൊതുസമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പൗരന്മാർക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നീതി ഉറപ്പുവരുത്തുന്നതിലേക്കായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനസേവനം നൽകി വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുമ രവി, കോഴിക്കോട് തെയ്യപ്പാറ സ്വദേശി, കോഴിക്കോട് ജില്ലയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് എഴുത്ത്. മനസ്സിൻ്റെ നൊമ്പരമുട്ടുന്ന സംഭവങ്ങളെ കവിതകളാക്കി മാറ്റി. ആദ്യമായി എഴുതി പ്രശസ്തി നേടിയ കവിത ഇതൾ വിരിയും മുൻപ് എന്നുള്ളതാണ്. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ കാവ്യ മാമാങ്കത്തിൽ പങ്കെടുത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീണ്ടും തളിർത്ത ചില്ലകൾ എന്ന നോവൽ, അതുപോലെ 2 കവിതാ സമാഹാരങ്ങൾ, അക്ഷരജ്യോതസ്, അക്ഷരശ്രീ, സുവർണ കവിതാ പുരസ്കാരം, ശൂരനാട് കുഞ്ഞൻപിള്ള കവിതാ പുരസ്കാരം, സുവർണ തൂലിക പുരസ്കാരം, സുവർണാഞ്ജലി പുരസ്കാരം, വയലാർ രാമവർമ്മ സുവർണ കവിതാ പുരസ്കാരം, അക്ഷരശ്രീ പുരസ്കാരം, രവീന്ദ്രനാഥ ടാഗോർ സ്പെഷ്യൽ ജൂറി അക്ഷരശ്രീ പുരസ്കാരം, ബാലാമണി അമ്മ സ്മാരക സ്പെഷ്യൽ ജൂറി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ സാഹിത്യ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു PS,
മലപ്പുറം പുഴക്കാട്ടിരി സ്വദേശിനി. കഴിഞ്ഞ 25 വർഷമായി നൃത്ത അധ്യാപികയായി തുടരുന്നു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അംഗമാണ്. ഇപ്പോൾ കലാക്ഷേത്ര എന്ന പേരിൽ 4ഓളം നൃത്ത സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. വിവിധ ക്ലാസ്സുകളിലായി 75ഓളം കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും നൃത്ത പരിപാടികൾ അവതരിപ്പിക്കാറുമുണ്ട്. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അംഗമായതുകൊണ്ട് സംഘടനയുടെ വിവിധ പ്രോഗ്രാമുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്നും മത്സരവേദികളിലേക്കോ അരങ്ങേറ്റം, മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്നിവയിലേക്കോ പ്രതിഫലം വാങ്ങാതെ അവരെ പങ്കെടുപ്പിക്കാറുണ്ട്. പുഴക്കാട്ടിരി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. 20-25 കാലഘട്ടത്തിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ഇപ്പോഴും പഞ്ചായത്തിലെ സ്കൂൾ കുട്ടികളെ പ്രതിഫലം വാങ്ങാതെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട്. AKDTO എക്സിക്യൂട്ടീവ് അംഗമായിരുന്നപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ സംഘടനയിൽപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച അംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സംഘടനയുടെയും അതുപോലെ സ്വന്തമായും മറ്റംഗങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ചു. പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പുകയില രഹിത വിദ്യാലയം, അന്നദാനം, അനുഗ്രഹീതം എന്നീ ആശയങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.